നമസ്കാരം. ഒടുവിൽ സോണിയാഗാന്ധി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ അടിയറവ് പറയാൻ പോവുകയാണ്. വന്ദേമാതരം എന്തോ അയിത്തമാണെന്നതുപോലെ വന്ദേമാതരം കേട്ടാൽ ചെവി പൊത്തിയും കൈനീട്ടി നിർത്താൻ ആംഗ്യം കാണിച്ചും സോണിയാഗാന്ധി എന്ന ഇറ്റരിക്കാരി ഇന്ത്യയിൽ വന്ന് കാണിച്ച അഹങ്കാരത്തിന് നല്ല മുട്ടൻ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് BJP പ്രസ്ഥാനം. വയസ്സാം കാലത്ത് ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ പപ്പുമോൻ്റെ മമ്മിയല്ലേ, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ സോണിയാഗാന്ധി ഈ മിന്നൽ നടപടി പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വാസ്തവം. വന്ദേമാതരം എന്ന് കേൾക്കുമ്പോൾ ഇത്ര അസ്വസ്ഥതയോ? ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായ വന്ദേമാതരത്തെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് പുകച്ചിൽ പുറത്തേക്ക് കണ്ടു തുടങ്ങി. അതിശക്തമായ രാഷ്ട്രീയ പോരാണ് പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്നതെന്നുള്ളതാണ് വാർത്തകൾ. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനം നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിക്കിടെ സോണിയാഗാന്ധി ആംഗ്യങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് വിവാദം കത്തിപ്പടർന്നത്. വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കുന്നത് തടയാൻ സോണിയാഗാന്ധി ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ ശക്തമായ ആരോപണം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ആരോപണം നിഷേധിക്കുകയും സോണിയാഗാന്ധി ഏറെ നേരം നിന്നിരുന്ന മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കസേര കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടതെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഈ മുട്ടാമ്പോക്ക് വിശദീകരണത്തിൽ നിന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വന്ദേമാതരം മുഴുവൻ ആലപിക്കണം എന്ന് അതിനെ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം ഭയക്കുന്നു എന്നുള്ള കാര്യം, അനുസരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെ ചൊല്ലിയുള്ള ഉത്കണ്ഠ നമുക്ക് വ്യക്തമാകും. അതവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം ഇതൊന്നുമല്ല, വേറൊന്നാണ്. വന്ദേമാതരം കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്രയും അസ്വസ്ഥത? അതാണ് രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇതൊരു സാധാരണ സിനിമാ ഗാനമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ ഗാനവുമല്ല, ബാർ നർത്തകർക്കുള്ള ഗാനവുമല്ല. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ ദേശീയബോധത്തിന്റെ തീ ആളിക്കത്തിച്ച ഗാനമാണ് വന്ദേമാതരം. ബങ്കിം ചന്ദ്ര ചാത്തോപാധ്യായ രചിച്ച ഈ ഗാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഗാനമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ആലപിക്കുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ മുഖഭാവവും ആംഗ്യങ്ങളും ചേഷ്ടകളുമൊക്കെ ഇന്ന് രാഷ്ട്രീയ ചർച്ചയുടെ വിഷയമായിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ ദുരവസ്ഥ എന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം സ്വന്തം പേരിൽ മാത്രം എഴുതി വെച്ചിരുന്ന അല്ലെങ്കിൽ അടക്കി പിടിച്ചിരുന്ന പാർട്ടി ഇന്ന് അതേ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളിൽ ഒന്നായ വന്ദേമാതരത്തെ ചൊല്ലി വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥയിലാണ്, അല്ലെങ്കിൽ കോടതി കയറേണ്ട അവസ്ഥയിലാണ്. ഇതിലും വലിയ രാഷ്ട്രീയ പരിഹാസം വേറെയുണ്ടോ എന്നറിയില്ല. BJP നേതാവ് വികാസ് പുത്തൂർ സോണിയാഗാന്ധിക്കെതിരെ മാംഗ്ലൂരുവിലെ ഉർവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. വന്ദേമാതരത്തെ അപമാനിച്ചുവെന്ന ആരോപണത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സോണിയാഗാന്ധിക്ക് മുന്നിൽ ഇപ്പോൾ രാഷ്ട്രീയമായി മാത്രമല്ല നിയമപരമായും ഈ ചോദ്യം ഉയർന്നിരിക്കുകയാണ്: വന്ദേമാതരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചോ ഇല്ലയോ? ഇതിന് മറുപടി പറയേണ്ടത് അന്വേഷണമാണ്, അല്ലെങ്കിൽ അന്വേഷണ സമയത്ത് സോണിയാഗാന്ധിയാണ്. എന്നാൽ രാഷ്ട്രീയമായി കോൺഗ്രസിന് ലഭിച്ച തിരിച്ചടി അതിനകം തന്നെ വ്യക്തമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയതയെക്കുറിച്ചുള്ള അവകാശവാദം പ്രസംഗങ്ങളിലൂടെയല്ല, ദേശീയ പ്രതീകങ്ങളോടുള്ള സമീപനത്തിലൂടെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു വശത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യത്തിന്റെ അവകാശികൾ തങ്ങളാണെന്ന് വീറു പറയുക, മറുവശത്ത് ദേശീയബോധത്തിന്റെ പ്രതീകമായ ഒരു ഗാനത്തെക്കുറിച്ച് പാർട്ടിയുടെ ഉന്നത നേതൃത്വം തന്നെ വിശദീകരണം നൽകേണ്ടി വരിക. ഇത് രാഷ്ട്രീയ വിരോധാഭാസമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇനി ഇതിനേക്കാൾ വലിയൊരു തമാശയുണ്ട്, അത് പറയാം. അതായത് സോണിയാഗാന്ധി അന്വേഷണ ഉദ്യോഗസ്ഥരോടും വെളിപ്പെടുത്തേണ്ടി വരും താൻ വന്ദേമാതരത്തെ തടയാൻ ശ്രമിച്ചില്ലയോ എന്ന്. തടയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിയമപരമായി അത് കുറ്റമാവും. ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ വന്ദേമാതരത്തെ കോൺഗ്രസ് അംഗീകരിച്ചു എന്നാവും. അതോടുകൂടി കേരളത്തിലടക്കം VD സതീശനടക്കം ദേശീയ ഗാനം മുഴുവൻ ആലപിക്കാതെ നടത്തിയ പേക്കൂത്തുകളൊക്കെ ആകെ നാണം കെട്ട് നാറി വെളുക്കും. കോൺഗ്രസിന്റെ വിശദീകരണം വളരെ രസകരമാണ് ഈ വിഷയത്തിൽ. സോണിയാഗാന്ധി വന്ദേമാതരം നിർത്താൻ പറഞ്ഞതല്ല, ഖർഗെയ്ക്ക് കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ജയറാം രമേശിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ വീഡിയോയിലെ ആംഗ്യങ്ങൾ എന്താണെന്ന് കോൺഗ്രസ് തന്നെ കൂടുതൽ വ്യക്തമായി വിശദീകരിക്കട്ടെ. കാരണം രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ വാക്കുകളെക്കാൾ ശക്തമായിരിക്കും ദൃശ്യങ്ങൾ. ജനങ്ങൾ കണ്ടതെന്താണ്? വന്ദേമാതരം ആലപിക്കപ്പെടുന്നു, നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നു, ആംഗ്യങ്ങൾ നടക്കുന്നു, അതിന് പിന്നാലെ BJP ചോദ്യം ഉയർത്തുന്നു, പിന്നെ കോൺഗ്രസ് വിശദീകരണം നൽകുന്നു. അങ്ങനെ ഒടുവിൽ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള ചർച്ച പോലും കോൺഗ്രസിന്റെ പ്രതിരോധ പ്രസ്താവനകളുടെ വിഷയമായി മാറും. ഇതാണോ ഇന്ത്യയെ നയിക്കുമെന്ന് പറയുന്ന പാർട്ടിയുടെ ആത്മവിശ്വാസം?
BJP ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് സ്വാഭാവികമല്ലേ? എന്നാൽ കോൺഗ്രസിന്റെ പ്രതിസന്ധി BJP വിഷയമുണ്ടാക്കിയതല്ല. ശരിക്കും സ്വന്തം ആസ്ഥാനത്ത് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് വിഷയം ദേശീയ ചർച്ചയാക്കിയതെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ മറ്റൊരു വലിയ പരിഹാസം കൂടിയുണ്ട്. ഇത്രയും വർഷം BJPയെ ദേശീയതയുടെ രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടി എന്ന് പരിഹസിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് അതേ ദേശീയതയുടെ ചോദ്യത്തിന് മുന്നിൽ പ്രതിരോധത്തിലായിരിക്കുന്നു. ഉത്തരം പറയാനും പറയാതിരിക്കാനും കഴിയാതെ കോൺഗ്രസിന്റെ തലതൊട്ടമ്മ ആകെ വിറളി പിടിച്ച് നടക്കുന്ന അവസ്ഥ. പപ്പുമോന് ഉത്തരമേയില്ല. വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ കോൺഗ്രസ് നിലപാടുകളും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തന്നെ 1937 കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനവും ഗാനത്തിന്റെ ആദ്യ 2 പദ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ചരിത്രവും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. ചരിത്രം പറയുന്നത് നല്ലതാണ്, പക്ഷേ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ ദൃശ്യങ്ങൾ മറച്ചുവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. വന്ദേമാതരം ഒരു മതത്തിൻ്റെതുമല്ല, ഒരു പാർട്ടിയുടേതുമല്ല, ഒരു പ്രദേശത്തിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെതുമല്ല. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന ദേശീയ ഗാനമാണ്. അതിനെ കേൾക്കുമ്പോൾ രാഷ്ട്രീയ വ്യാഖ്യാനത്തെക്കാൾ മുൻപ് ഉയരേണ്ടത് ദേശീയ അഭിമാനമാണ്. ഇറ്റലിക്കാരി സോണിയയ്ക്ക് ഈ ഗാനം കേൾക്കുമ്പോൾ എന്ത് ദേശീയാഭിമാനം ഉയരുമെന്ന കാര്യം കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്കെതിരെ പരാതി നൽകിയ BJP നേതാവിന്റെ നടപടി ഇപ്പോൾ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് വെറും പരാതി മാത്രമാണെന്ന് കോൺഗ്രസിന് പറയാം. ശരി, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. പക്ഷെ രാഷ്ട്രീയമായ ഒരു കാര്യം ഇതിനകം വ്യക്തമാണ്. വന്ദേമാതരത്തെക്കുറിച്ചുള്ള ഒരു വിവാദം പോലും കോൺഗ്രസിന്റെ ദേശീയത അവകാശവാദങ്ങളെ വീണ്ടും ജനങ്ങളുടെ വിചാരണയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനെ BJPയുടെ മിന്നൽ നടപടി എന്ന് വിശേഷിപ്പിച്ചാൽ കോൺഗ്രസിന് അതിൽ പരിഹസിക്കാനുള്ള വകയുണ്ടാകാം. പക്ഷേ രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിലും കഠിനമാണ്. ഒരു കാലത്ത് BJPയെ ദേശീയത പഠിപ്പിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് BJPയോട് തന്നെ ഞങ്ങൾ വന്ദേമാതരത്തിലെ അപമാനിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി. ഇതോടെ സോണിയാഗാന്ധി BJPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു എന്നതാണ് വാസ്തവം. എന്നാൽ രാഷ്ട്രീയമായി BJP ഉയർത്തിയ ചോദ്യത്തിന് കോൺഗ്രസ് പ്രതിരോധത്തിലായി എന്നതും നിഷേധിക്കാനാവാത്ത മറ്റൊരു സത്യമാണ്. പിന്നെ പ്രായത്തെ പരിഹസിക്കുന്നതിൽ എന്ത് കാര്യം? വയസ്സ് രാഷ്ട്രീയ കുറ്റമല്ല, വിദേശ ജന്മം പോലും ഒരു കുറ്റമല്ല. പക്ഷേ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളോടുള്ള സമീപനം എന്നത് ഏത് നേതാവിനും ജനങ്ങൾ ചോദ്യം ചെയ്യാവുന്ന വിഷയമാണ്. അതിനാൽ ചോദ്യം സോണിയാഗാന്ധി ഇറ്റലിയിൽ ജനിച്ചു എന്നതല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പപ്പുമോന്റെ മമ്മി എന്ന പരിഹാസം രാഷ്ട്രീയ വേദിയിൽ കേൾക്കാൻ നല്ല രസമായിരിക്കാം, പക്ഷെ അതിനപ്പുറം ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം ഇതിലും നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു. അപ്പോൾ ഒരു ദേശീയഗാനം ആലപിക്കപ്പെടുന്ന വേളയിൽ പാർട്ടിയുടെ പരമോന്നത നേതാക്കളുടെ പെരുമാറ്റം എന്തുകൊണ്ട് ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു? അതാണ് കോൺഗ്രസ് മറുപടി പറയേണ്ടത്. ഇന്ത്യയുടെ ദേശീയത BJPയുടെ സ്വകാര്യ സ്വത്തല്ല. അതുപോലെ വന്ദേമാതരവും BJPയുടെ മാത്രം ഗാനമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വന്ദേമാതരത്തെ ബഹുമാനിക്കുന്നത് BJPയെ ബഹുമാനിക്കുന്നതിന് തുല്യമൊന്നുമല്ല. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ബഹുമാനിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് ഇനിയും എത്ര രാഷ്ട്രീയ വിവാദങ്ങൾ വേണ്ടിവരുമെന്നറിയില്ല. പക്ഷേ അത് തിരിച്ചറിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി ആ ഗാനത്തെ ബഹുമാനിക്കുന്നുണ്ട്, ബഹുമാനിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ ഗതികേട്. ഇന്ന് BJP പരാതി നൽകി, നാളെ അന്വേഷണം ഉണ്ടാകാം, നിയമം അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ജനങ്ങളുടെ കോടതിയിൽ ചോദ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. വന്ദേമാതരം കേൾക്കുമ്പോൾ ഇന്ത്യക്കാരന്റെ ഹൃദയത്തിൽ അഭിമാനമാണോ ഉയരുന്നത്, അതോ കോൺഗ്രസ് ആസ്ഥാനത്ത് പോലെ നടന്നതുപോലെയുള്ള കൈകൊട്ടിക്കളിയും കോപ്രായങ്ങളും കയ്യാട്ടിക്കളിയുമാണോ ഉയരുന്നത് എന്നുള്ളത്? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് BJP പ്രസ്ഥാനമല്ല, കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് ഉത്തരമില്ല എങ്കിൽ അതിന് മറുപടി പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങളായിരിക്കും.